രക്തവും ജലവും ഒരുമിച്ചൊഴുകില്ല. വർഷം 2016 ഉറി ഭീകരാക്രമണത്തിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണിവ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. ഈ വാക്കുകൾ എന്നുള്ളത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിനുള്ള ശക്തമായിട്ടുള്ള ഒരു താക്കീതായിരുന്നു. ഇനിയും നിങ്ങൾ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ തീവ്രവാദികളെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ നിങ്ങൾക്കിട്ട് നല്ലതുപോലെ പണിയും. നിങ്ങളുടെ വെള്ളം കൂടി ഞങ്ങൾ മുട്ടിക്കും. ആ വെള്ളം വെച്ചാണല്ലോ നിങ്ങൾ കൃഷി ചെയ്ത് ഭക്ഷണം കഴിക്കുന്നത്. ആ അന്നം ഞങ്ങൾ മുടക്കും. ആ വെള്ളത്തിൽ നിന്ന് നിങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ, അതും ഞങ്ങൾ ഇല്ലാണ്ടാക്കും. ഇനി മഴക്കാലത്താണെങ്കിൽ ഡാം തുറന്നു വിട്ട് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാക്കും. വരൾച്ച കാലത്താണെങ്കിൽ നിങ്ങൾ വെള്ളം കിട്ടാതെ വലയും. തുടങ്ങിയ ഒരുപാട് അർത്ഥങ്ങൾ ആ ഒരൊറ്റ സെൻറ്റൻസിൻ്റെ പിന്നിലുണ്ടായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ എന്ന രാജ്യം, അവിടുത്തെ ഗവൺമെൻറ്റും അവിടുത്തെ ആർമിയും ഒക്കെ തന്നെ ഈ ഭീകരവാദത്തെ, തീവ്രവാദത്തെ പിന്തുണച്ചുകൊണ്ടേയിരുന്നു. പാക് പ്രധാനമന്ത്രി പഹൽഗാമിലെ ഭീകരാക്രമണത്തെ പറ്റി പറഞ്ഞ എന്താണെന്നറിയാവോ? ആ ഒരു ആക്രമണം നടത്തിയ നരാധമന്മാരുണ്ടല്ലോ, സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു എന്നാണ്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് ചാനലിൽ നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ കുറ്റസമ്മതം നടത്തിയത് ഞങ്ങൾ ഈ ഭീകരവാദത്തെ ഫണ്ട് കൊടുത്ത് പിന്തുണച്ചു എന്നുള്ളതാണ്. അതായത് ഈ തീവ്രവാദികൾക്ക് പരിശീലിക്കാനൊക്കെയുള്ള പൈസ ഗവൺമെന്റ് തന്നെ കൊടുത്തു എന്നുള്ളതാണ്. പാകിസ്ഥാൻ ആർമി തലവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം എന്തെന്നാൽ, കാശ്മീർ എന്നുള്ളത് ഞങ്ങളുടെ കഴുത്തിലെ സിര പോലെയാണെന്നുള്ളതാണ്. അത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ് കാശ്മീർ എന്നുള്ളതാണ്. അതായത് ഈ പാകിസ്ഥാൻ രാജ്യം ഈ തീവ്രവാദത്തെ, ഇന്ത്യക്കെതിരായിട്ടുള്ള ഈ തീവ്രവാദത്തെ ഫണ്ട് നൽകിയിട്ടും എല്ലാ തരത്തിലും പിന്തുണച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ നമ്മുടെ താക്കീത് പോലും അവർ കേട്ടില്ല. എന്നാൽ തിരിച്ച് നല്ലതുപോലെ പണിയണ്ടേ? ആ ഒരു പണിയാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്തിരിക്കുന്നത്. അതായത് അവരുടെ കുടിവെള്ളം മൊത്തത്തിൽ മുട്ടിക്കുക, അവരുടെ കൃഷിയുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഈ വെള്ളമാണ്. ഭക്ഷണം ഇല്ലാതാക്കുക, കറണ്ട് ഇല്ലാതാക്കുക. അതുപോലെ മഴക്കാലത്ത് ഡാം തുറന്നു വിട്ടാൽ പാകിസ്ഥാൻ മുങ്ങും. വരൾച്ച കാലത്താണെങ്കിൽ ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് പോകത്തുമില്ല. ഇത്രയും വലിയൊരു പ്രതിരോധത്തിലാഴ്ത്തുന്ന ഒരു നടപടിക്കാണ് ഇന്ത്യ ഒരുങ്ങിയിരിക്കുന്നത്. അതാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി അഥവാ സിന്ധു നദീജല ഉടമ്പടി. ഈ ഉടമ്പടിയിൽ നിന്ന് പിന്മാറാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഉടമ്പടിയാണ് ഈ സിന്ധു നദീജല ഉടമ്പടി. അതായത് 60 വർഷമായിട്ട് ഇത് നിലവിലുണ്ട്. ഇന്നേ വരെ ലംഘിക്കപ്പെട്ടിട്ടില്ല. ഒന്നുകൂടെ എടുത്ത് പറയുവാണെങ്കിൽ, കാർഗിൽ യുദ്ധമുണ്ടല്ലോ, പാകിസ്ഥാനായി തുടങ്ങി വെച്ചതാണ്, അവസാനിപ്പിച്ചത് നമ്മളാണ്. നമ്മുടെ ഭാഗത്താണ് വിജയം. അതങ്ങനെ എന്തായാലും വരത്തുള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് പോലും ഇന്ത്യ ഇത് ലംഘിച്ചില്ല. അവരുടെ വെള്ളം കൂടി മുട്ടിച്ചിട്ടില്ലായിരുന്നു, ആ വെള്ളം തടഞ്ഞിട്ടില്ലായിരുന്നു. വേണമെങ്കിൽ അത് തടഞ്ഞ് ഇന്ത്യക്ക് വലിയ മേൽക്കൈ യുദ്ധത്തിൽ നേടായിരുന്നു. അന്ന് പോലും ചെയ്യാത്ത ആ ഒരു കാര്യം, ആ ഒരു ശക്തമായിട്ടുള്ള തീരുമാനമാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ ഒരു സിന്ധു നദീജല ഉടമ്പടി, അതെങ്ങനെയാണ് പാകിസ്ഥാന് ഗുണകരമായി മാറിയത്, ഇന്ത്യ പെട്ടെന്ന് ഈ ഒരു കടുത്ത നടപടിക്ക് പെട്ടെന്ന് എടുക്കാനുള്ള കാരണം എന്താണ്, മാത്രമല്ല അങ്ങനെ നടപടികളിലേക്ക് കടക്കുമ്പോൾ പാകിസ്ഥാനെ അത് എങ്ങനെയാണ് ബാധിക്കുന്നത്, എങ്ങനെയാണ് പാകിസ്ഥാനിൽ തകർച്ച സംഭവിക്കുന്നത്, അവരുടെ കാർഷിക മേഖല, ജലസേചനം, കുടിവെള്ളമൊക്കെ ഇതിൽ വരുന്നുണ്ട്, അതുപോലെ അവരുടെ വൈദ്യുതി, ജലവൈദ്യുതി, ഇതിനെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതിനു മുന്നേ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഒരു 6 ശമ്പളം മേടിക്കുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? കോഡിംഗ് അറിയില്ല, എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇല്ല, പരമ്പരാഗത വിദ്യാഭ്യാസത്തിൽ ഒരുപാട് വർഷം ചിലവാക്കിയിട്ടുമില്ല, വിശ്വസിക്കാനാവുന്നില്ലല്ലേ? പക്ഷേ ഈ ഒരു 38 വയസ്സുകാരി AI ഉപയോഗിച്ച് തൻ്റെ ജീവിതം, കരിയർ അപ്പാടെ മാറ്റിമറിക്കുകയാണ്. പ്രതിവർഷം സമ്പാദിക്കുന്നത് $1,00,000. 84 ലക്ഷം ഇന്ത്യൻ റുപ്പി വരും. എങ്ങനെ? AI സംസാരിക്കണമെന്ന് മനസ്സിലാക്കി മാത്രം. കൂടുതൽ ആൾക്കാരും പഴയ സ്റ്റൈൽ ജോലികളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മറുഭാഗത്ത് ലക്ഷങ്ങൾ മുടക്കി കോഴ്സുകൾ പഠിച്ചിട്ടും യാതൊരുവിധ ഗുണവും ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഉയർന്ന വരുമാനം നേടിത്തരുന്ന AI സ്കില്ലുകൾ വെറും 150 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ, അതെ, 15,000 രൂപ വില വരുന്ന ഈ AI ക്രാഷ് കോഴ്സ് എൻ്റെ ലിങ്കിലൂടെ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 1000 പേർക്ക് തികച്ചും സൗജന്യമാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ഇതിൽ നിങ്ങൾ പഠിക്കുന്നതെല്ലാം ഇന്നത്തെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സ്കില്ലുകളാണ്. ഡാറ്റ അനാലിസിസ്, പേഴ്സണൽ ബ്രാൻഡിംഗ്, കണ്ടന്റ് ക്രിയേഷൻ, ബിസിനസ് തന്ത്രങ്ങൾ, റെസ്യൂം ബിൽഡിംഗ്, ജോബ് ഹണ്ടിങ്, സാലറി ഹൈക്ക്, എല്ലാം AI വഴി. നിങ്ങൾ ടെക്കിലോ നോൺ ടെക്കിലോ, പ്രൊഫഷണലോ ഫ്രീലാൻസറോ, ഫൗണ്ടറോ ഓൺട്രപ്രൂണറോ ആരായാലും ഈ ട്രെയിനിങ് നിങ്ങൾക്കുള്ളതാണ്. AI ഉപയോഗിച്ച് അവരുടെ സ്കില്ലുകൾ പുതുക്കുന്നവർ ഇന്നത്തെ ടോപ്പ് 5%-ലാണുള്ളത്. അല്ലാത്തവരൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോകും. എന്തായാലും ഇത് തുടങ്ങാൻ ഒട്ടും താമസിച്ചിട്ടില്ല. 150 മിനിറ്റ് മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും ഇതൊക്കെ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് ഇതിൻ്റെ ലിങ്ക് വെച്ചേക്കാം. അതിലൂടെ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 1000 പേർക്ക് മാത്രമേ തികച്ച് സൗജന്യമായിട്ടുള്ളൂ. അപ്പോൾ മടിച്ചു നിൽക്കേണ്ട, പെട്ടെന്ന് തന്നെ ജോയിൻ ആയിക്കോ. എന്താണ് സിന്ധു നദീജല ഉടമ്പടി? വർഷം 1947 നമ്മുടെ രാജ്യം സ്വതന്ത്രമായി. അതോടൊപ്പം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം രൂപീകൃതമായല്ലേ? അതിനുശേഷം ഒരു തർക്കമുണ്ടാകുകയാണ്. അതായത് സിന്ധു നദിയിലെയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള മറ്റ് 5 നദികളിലെയും വെള്ളം എങ്ങനെ പങ്കിടണം എന്നുള്ളതിനെ ചൊല്ലിയിട്ടുള്ള തർക്കങ്ങൾ ഈ 2 രാജ്യങ്ങൾക്കിടയിലും ഉണ്ടാകുകയാണ്. ഈ തർക്കങ്ങൾ ഒരുപാട് വർഷത്തോളം നീണ്ടുപോവുകയാണ്. പാകിസ്ഥാൻ ഒരു വഴിക്കും അടുക്കുന്നില്ല. അവർ ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം ഈ തർക്കങ്ങൾ നീണ്ടുപോയി. അവസാനം വർഷം 1960 വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ, അന്ന് വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നത് യൂജീൻ ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ ഈ ലോക ബാങ്ക് ഇടപെട്ടുകൊണ്ട്
മധ്യസ്ഥത വഹിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പരിഹാര ചർച്ച വിളിക്കുകയാണ്. ആ പരിഹാര ചർച്ചയുടെ അന്ത്യത്തിൽ രണ്ട് രാജ്യങ്ങളും ഒരു എഗ്രിമെന്റ് സമ്മതിക്കുകയാണ്. ഈ ഒരു കണ്ടീഷൻസ് ഉടമ്പടി സമ്മതിക്കുകയാണ്. ആ ഉടമ്പടിയിൽ രണ്ട് രാജ്യങ്ങളും ഒപ്പിടുകയാണ്. അതായത് എങ്ങനെ പങ്കിടണം, ഈ സിന്ധു നദിയിലെയും അതിൻ്റെ 5 പോഷക നദികളിലെയും വെള്ളം എങ്ങനെ പങ്കിടണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമാവലി, ഒരു ഉടമ്പടി വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥയിൽ തയ്യാറാക്കി രണ്ട് രാജ്യങ്ങളും അതിൽ ഒപ്പുവെച്ചു. അതാണ് ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി എന്നുള്ളത്, അഥവാ സിന്ധു നദീജല ഉടമ്പടി എന്നുള്ളത്. അങ്ങനെ 13 വർഷങ്ങൾക്കപ്പുറം ഈ 6 നദികളിലെയും വെള്ളം ആരൊക്കെ പങ്കിട്ടെടുക്കണം എന്നുള്ളതിന് ഒരു തീരുമാനമായിരിക്കുകയാണ്. കിഴക്കോട്ടൊഴുകുന്ന രവി, ബിയാസ്, സത്ലജ് എന്നീ 3 നദികളുടെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിക്കുകയാണ്. എന്നാൽ ഈ സിന്ധു നദിയിലെയും, അതായത് സിന്ധു നദിയാണല്ലോ പ്രധാനമായിട്ട് ഇവിടെ ഉള്ളതല്ലേ, സിന്ധു നദിയിലെയും ചെലം, ചിനാബ് എന്ന് പറയുന്ന ഈ 3 നദികളിലെയും വെള്ളത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് പാകിസ്ഥാന്റെ കയ്യിലും വരികയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാകിസ്ഥാന് കിട്ടിയിട്ടുള്ള ആ വെള്ളമുണ്ടല്ലോ അതാണ് 80% ഉള്ളത്. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ആ നദികളിലെ വെള്ളമുണ്ടല്ലോ അത് വെറും 20% മാത്രമാണുള്ളത്. അവർക്ക് 80% ഉണ്ട്, നമ്മൾക്ക് 20% മാത്രമാണുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തേക്ക് ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടതെന്നൊക്കെ ഞാനിപ്പോൾ ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണ്. എല്ലാം അവർക്ക് കൊടുത്തു, അവർക്ക് ഒരു രാജ്യം കൊടുത്തു, 80% വെള്ളവും കൊടുത്തു, എല്ലാ സംഭവങ്ങളും എടുത്തു കൊടുത്തു. എന്തൊരു ഉടമ്പടിയാണ് ഇതൊക്കെ. ഈ പാകിസ്ഥാൻ അധികാരമുള്ള 3 നദികളും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നതാണ്. അതായത് നമ്മളാണ് ആ ഒരു റിവറിന്റെ അപ്സ്ട്രീം എന്നുള്ളത്. അപ്പോൾ ഈ ഉടമ്പടി പ്രകാരം ഒരു തരത്തിലും ആ ഒരു ഒഴുക്കിനെ തടസ്സപ്പെടുത്താൻ പാടില്ല. ഈ ഒരു നദികളിൽ വലിയ ഡാമുകളോ അണക്കെട്ടുകളോ നിർമ്മിക്കാൻ പാടില്ല. ചെറിയ ചില ആവശ്യങ്ങൾക്ക് മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യത്തുകൂടെ ഒഴുകുന്ന പുഴയിൽ നിന്ന് വെള്ളമെടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെന്തുടമ്പടിയാണ്? അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള വെള്ളമില്ലേ അതെടുക്കാം. പക്ഷേ മറിച്ച് വലിയ ജലസംഭരണികളോ അല്ലെങ്കിൽ ഡാമുകളോ ഒന്നും നിർമ്മിച്ചുകൂടാ. ഒരു തരത്തിലും ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൂടാ. അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ മാത്രം ആശ്രയിച്ചുള്ള ചെറിയ വൈദ്യുത പദ്ധതികളില്ലേ അത് വേണമെങ്കിൽ ചെയ്യാം. അതായത് ഒഴുക്കിനെ ബാധിക്കരുത്, അതിനെ റൺ ഓഫ് ദ റിവർ എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ചില വൈദ്യുതി പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു. പക്ഷേ ഒരു തരത്തിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും വെള്ളം എടുത്തുകൂടാ എന്നൊരു ഉടമ്പടിയാണ് ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി എന്നുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് പാകിസ്ഥാൻ ഇത് ഗുണകരമായി മാറിയതെന്നാണ്. അതായത് ഈ ഉടമ്പടിക്ക് മുന്നേ പാകിസ്ഥാനിൻ്റെ ഭയം എന്താണ്? എപ്പോൾ വേണമെങ്കിലും ഈ വെള്ളം നിൽക്കാം, ഇന്ത്യ അത് തടഞ്ഞു കഴിഞ്ഞാൽ നിൽക്കും. പക്ഷേ ഉടമ്പടി വന്നതിന് ശേഷം ഈ വെള്ളം ഒരിക്കലും നിൽക്കില്ല എന്നൊരു ഉറപ്പ് അവർക്ക് നിയമപരമായിട്ട് കിട്ടിയല്ലേ. അതുകൊണ്ട് തന്നെ അതിനെ ആശ്രയിച്ച് പാകിസ്ഥാൻ വലിയ ജലസേചന പദ്ധതികൾ അവരുടെ രാജ്യത്ത് നടപ്പിലാക്കിയാണ്. വലിയ ഡാമുകളും അല്ലെങ്കിൽ അണക്കെട്ടുകൾ, സംഭരണികൾ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഒക്കെ തന്നെ അവിടെ നിർമ്മിക്കുകയാണ്. അപ്പോൾ അവർക്ക് വെള്ളം പ്രഡിക്റ്റബിൾ ആണ്, അതൊരിക്കലും ഇനി തടയപ്പെടുത്തില്ല. ആ ഒരു വരുമെന്നുള്ള ഉറപ്പിന്മേൽ അവർക്ക് രാജ്യത്ത് ഈ അവരുടെ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ഒരു വൈദ്യുതിയായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ തന്നെ പ്ലാൻ ചെയ്ത് വർഷങ്ങൾ കൊണ്ട് നടപ്പിലാക്കാൻ പറ്റുകയാണ്. ഉദാഹരണം പറയുവാണെങ്കിൽ അവർ ഈ സിന്ധു നദിയിൽ ടർബേല ഡാം കെട്ടുകയാണ്, അതുപോലെ ചലമിൽ മംഗള ഡാം കെട്ടുകയാണ്. അപ്പോൾ അവർ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ. ഈ നദികളിലെ വെള്ളം കൊണ്ട് പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ പറയാൻ പറ്റും. പ്രധാനമല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലൂടെ നദികൾ ഒഴുകുന്നില്ലേ, നമ്മളവിടെ ഹൗസ് ബോട്ട് സർവീസ് നടത്താറുണ്ട്, മറ്റ് വിനോദ പരിപാടികൾ നടത്താറുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല. പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കാർഷിക ഭൂമിയിലേക്കുള്ള വെള്ളമാണ്. ഈ പാകിസ്ഥാൻ കാർഷിക ഭൂമി മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 65% കൃഷിയിലേക്കും കൃഷി നനയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഈ നദികളിൽ നിന്നുള്ള വെള്ളമാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാക്കി 35% ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങോട്ട് വെള്ളം എത്തിയില്ലെങ്കിൽ ബാക്കി 35%-ൽ നല്ല കൃഷി ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ലേ? അപ്പോൾ നമ്മുടെ വെള്ളത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ അല്ല, മറ്റൊരു കണക്ക് അവിടെയാണ് വരുന്നത്. അതായത് ഇതാണ് ഏറ്റവും ഫലഭൂഷ്ഠതയുള്ള മണ്ണ്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വെള്ളം എത്തുന്നത്. അതുകൊണ്ട് തന്നെ കേട്ടുകൊള്ളുക, ഈ 65% കാർഷിക ഭൂമി ഉണ്ടല്ലോ അവിടെയാണ് പാകിസ്ഥാൻ്റെ 90% വിളകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതായത് അവർ കഴിക്കുന്ന 90% ഭക്ഷണങ്ങളും ഈ 65% ഭൂമിയിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് ഭക്ഷണ ആവശ്യങ്ങൾക്കുള്ള ധാന്യങ്ങളുണ്ട്, അരി, ഗോതമ്പ്, പിന്നെന്താ ഉഴുന്ന്, പിന്നെ നമ്മളുടെ പച്ചക്കറികൾ, പഴങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നാണ്യവിളകളുമുണ്ട്. ഇപ്പോൾ കോട്ടൺ ഇല്ലേ, നമ്മൾ ഇടുന്ന വസ്ത്രങ്ങൾ, കോട്ടൺ, അതുപോലെ കോഫി, മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ വെള്ളമില്ലെങ്കിലുള്ള ഒന്നാമത്തെ പ്രശ്നം ഇപ്പോൾ തന്നെ മനസ്സിലായല്ലോ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉപയോഗം എന്നുള്ളത് കുടിവെള്ളമാണ്. ഈ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളായിട്ടുള്ള കറാച്ചി, ലാഹോർ, ഇവിടെയൊക്കെ മുനിസിപ്പൽ വെള്ളം എത്തുമല്ലോ. നമ്മുടെ നാട്ടിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വെള്ളം സപ്ലൈ ചെയ്യും. ഇപ്പോൾ ജപ്പാൻ വെള്ളമൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ നിന്നാണ് ആക്ച്വലി വരുന്നത് നോക്കുകയാണെങ്കിൽ നദികളിൽ നിന്നോ പുഴകളിൽ നിന്നോ ആണല്ലേ. ഇതുപോലെ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഈ വെള്ളം എടുത്തിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് ജനങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ആ ഒരു വെള്ളത്തെ ഡിപ്പെൻഡ് ചെയ്ത് കുടിവെള്ളമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പോലും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ നദികളിൽ നിന്ന്, അതായത് ഇന്ത്യയിൽ നിന്ന് വരുന്ന നദിയിൽ നിന്ന് വെള്ളം കുടിച്ച് മാത്രം അവിടെ ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ജലവൈദ്യുതിയാണ്. ഡാമുകളൊക്കെ നിർമ്മിച്ച്, അണക്കെട്ടുകൾ നിർമ്മിച്ച്, റിസർവോയറുകളും ഉണ്ടാക്കിയിട്ട് അവർ വൈദ്യുതി ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ്റെ 3-1 ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും
ഈ ഒരു ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ നദികളിൽ നിർമ്മിച്ചിട്ടുള്ള ഇപ്പോൾ ഇൻഡസിലും സിന്ധുവിലും ജലത്തിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഡാമുകളിൽ നിന്നാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇതിൽ നിന്ന് പിന്മാറാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉടമ്പടി പ്രകാരം ഒരു രാജ്യങ്ങൾക്കും ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഉടമ്പടി എന്നുള്ളത്. പക്ഷേ ഇന്ത്യ അത് ലംഘിച്ചുകൊണ്ട്, ആ ഉടമ്പടി ലംഘിച്ചുകൊണ്ടാണ് പിന്മാറുന്നത് എന്നുകൂടെ മനസ്സിൽ വെച്ചോളൂ കേട്ടോ, നിയമപരമല്ല. അപ്പോൾ അതാണ് നമ്മൾ എടുക്കുന്ന നടപടി, മറ്റൊന്നുമല്ല. പെട്ടെന്ന് ഇപ്പോൾ ഉണ്ടായ കാരണം എന്താണെന്ന് നമുക്കറിയാം. ഈ പഹൽഗാമിൽ നടത്തിയിട്ടുള്ള ഭീകരവാദ ആക്രമണമാണ്. അതിനെല്ലാം പിന്തുണ കൊടുത്തിട്ടുണ്ടായിരുന്നത് പാകിസ്ഥാൻ ആർമിയും അവിടുത്തെ ചാരസംഘടനയായിട്ടുള്ള ISIയും അതുപോലെ തന്നെ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ രാജ്യം, ആ ഒരു ഗവൺമെൻറ്, അവിടുത്തെ ആർമിയൊക്കെ ഈ തീവ്രവാദികൾക്ക് കൊടുക്കുന്ന, ഇന്ത്യക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ, തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആൾക്കാരെ, നമ്മുടെ നാട്ടിൽ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരെ വെടിവെച്ച് നിഷ്ഠൂരമായിട്ട് കൊല്ലാൻ കൊടുക്കുന്ന പിന്തുണ എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് പാകിസ്ഥാനിലെ അവിടുത്തെ ഗവൺമെൻറ് ഇതിന് എന്ത് പങ്ക്, അത് ഗവൺമെൻറ് ഒരു രാജ്യത്തെ ഗവൺമെൻറ്റാണ്. അവിടെയുള്ള ഏതെങ്കിലും ചില വ്യക്തികൾ ചെയ്യുന്ന തീവ്രവാദത്തിൽ ആ രാജ്യത്തിന് എന്ത് പങ്ക് നമ്മൾ ചിന്തിക്കുമല്ലേ. ആ രാജ്യം തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ പിന്തുണ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പെർമനൻ്റ് ആയിട്ട് ഈ ഉടമ്പടി ഞങ്ങൾ നിർത്തും. അതായത് വെള്ളം ഞങ്ങൾ പെർമനൻ്റ്ലി തടയുമെന്നല്ല, മറിച്ച് നിങ്ങൾ ഭീകരവാദത്തിന് സപ്പോർട്ട് കൊടുക്കുന്നത് നിർത്തുന്നത് വരെ ഞങ്ങൾ തടയുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യുവാണെങ്കിലും അതിലും നമുക്കൊരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നടപടി ഇന്ത്യ സ്വീകരിക്കാറുണ്ട്. പക്ഷേ യുദ്ധങ്ങൾ, നമ്മുടെ ആൾക്കാരെ കൊന്ന ആ ഒരു രാജ്യത്തോട് നമ്മൾ കോമൺ സിറ്റിസൺ ആയിട്ട് നമ്മൾ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ രാജ്യത്തിന് അത് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ വ്യത്യാസം എന്നുള്ളത്. എന്തായാലും ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: നിങ്ങൾ ഭീകരവാദത്തിന് പിന്തുണ കൊടുക്കുന്നത് അവസാനിപ്പിക്കുന്നത് വരെ ഞങ്ങൾ നിങ്ങളുടെ വെള്ളം കൂടി മുട്ടിക്കും എന്നുള്ളതാണ്. 2016 കൃത്യമായിട്ട് നമ്മൾ വാണിംഗ് കൊടുത്തതുമാണ് ഈ കാര്യം. ഒന്നാലോചിച്ച് നോക്കുക, ഉറി ഭീകരാക്രമണത്തിന് ശേഷം പറഞ്ഞത് രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്നാണ്. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ എല്ലാത്തരം ഭീഷണിയും ഉണ്ടായിരുന്നു. ആ ഭീഷണി പറയുക മാത്രമല്ല, അത് നടപ്പിലാക്കാനും നമുക്കറിയാം. പണ്ട് ചോട്ടാ മുംബൈ സിനിമയിൽ ശ്രീ കലാഭവൻമണിയുടെ ഡയലോഗ് ഉണ്ട്: നിങ്ങൾ വായിച്ച വേദപുസ്തകത്തിലെ ചെകുത്താനും ശത്രുവും അധർമ്മിയും ഒക്കെ ഞാൻ തന്നെയാണെന്ന് പറയുന്ന പോലെ തന്നെ ഒരു നിലപാടാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത്. അനുഭവിച്ചോ, അത്രേ പറയാനുള്ളൂ. ഭീകരവാദം ഒരു കാര്യം മാത്രമാണ്. രണ്ടാമത്തെ കാര്യമായിട്ട് ഇന്ത്യ പറയുന്നത്, ഈ ഉടമ്പടിയിലുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ പാകിസ്ഥാൻ വർഷങ്ങളായിട്ട് ലംഘിച്ചാണ് വരുന്നത്. ഞങ്ങൾ പലതവണ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർ ഒരു തരത്തിലും കേൾക്കുന്നില്ല എന്നുള്ളത്. അതായത് നമുക്ക് ചെറിയ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം എടുക്കാമല്ലോ, അതേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഈ ഒരു വെള്ളത്തെ, നദിയുടെ ഒഴുക്കിനെ തടയാത്ത രീതിയിലുള്ള ചെറിയ വൈദ്യുതി പദ്ധതികളൊക്കെ നമുക്ക് ആവിഷ്കരിക്കാം. അതിനെ പറയുന്നത് റൺ ഓഫ് ദ റിവർ എന്നാണ്. അങ്ങനെ ചില സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളുടെ ഗവൺമെൻറ് കിഷൻ രംഗ രാത്രിയിലെ ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കാനിരിക്കുകയാണ്. ആ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കിനെ ഒന്നും തടസ്സപ്പെടുത്തുന്നില്ല. പക്ഷേ അതുപോലും ഇവരെതിർക്കുകയാണ്. ഇത് ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് പോലും ഈ രാജ്യം അതിനെതിർക്കുകയാണ്. ഒന്ന് ആലോചിച്ച് പോകണം നമ്മുടെ ഗതികേട്. നമ്മുടെ രാജ്യത്ത് നിന്ന് അങ്ങോട്ട് ഒഴുകുന്ന നദി, അതിൽ നിന്ന് നമുക്ക് ആകെപ്പാടെ ഒരു തുള്ളി വെള്ളമാണ് എടുക്കാൻ പറ്റുന്നത്. ആ തുള്ളി വെള്ളം എടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും അവർ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം എന്നേ ഇതൊക്കെ തീരുമാനമാക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് പെർമനന്റ് ഇൻഡസ് കമ്മീഷനെ കൂടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് രണ്ട് രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥർ, നയതന്ത്ര ഉദ്യോഗസ്ഥരൊക്കെ അത് കാണും. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ പരിഹരിക്കേണ്ടത് ഈ കമ്മീഷന് തന്നെയാണ്. ഇനി കമ്മീഷനിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ അവർക്ക് ഒരു ന്യൂട്രൽ എക്സ്പേർട്ടിൻ്റെ ഒരു ഒപ്പീനിയൻ തേടാൻ പറ്റും. അവിടെയും പരിഹരിച്ചില്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിട്രേഷനിലേക്ക് ഈ ഒരു കേസ് കൊണ്ടുപോകാൻ പറ്റും. അത് മൊത്തം മധ്യസ്ഥത വഹിക്കുന്നത് വേൾഡ് ബാങ്ക് ആയിരിക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു ആ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യ പറയുന്നത് പ്രകാരം ഇവർ പലതവണ ഈ തർക്ക പരിഹാര സംവിധാനത്തെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. ഞങ്ങളുടെ അവകാശങ്ങളെ ഇവർ തടയിടാൻ ശ്രമിക്കുകയാണെന്നൊക്കെയുള്ള ആരോപണം ഇന്ത്യ പണ്ട് ഉന്നയിച്ചിട്ടുണ്ട്. വർഷം 2023-ലും 2024-ലും ഉടമ്പടികളിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. പക്ഷേ അതിനോട് സഹകരിച്ചിട്ടുണ്ടായിരുന്നില്ല പാകിസ്ഥാൻ. അപ്പോൾ ഇതിനു മുമ്പ് പാകിസ്ഥാൻ ഇങ്ങനെ നെറുകേടുകൾ കൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവർക്ക് 80% വെള്ളം കൊടുത്തതും പോരാ, നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് ലീഗലായിട്ട് ചെയ്യുമ്പോൾ അതും അവർക്ക് പറ്റുന്നില്ല. അതായത് ഈ ഭീകരവാദത്തെ അവിടുത്തെ ഗവൺമെൻറ് ഫണ്ട് കൊടുത്തുവരെ പിന്തുണയ്ക്കുമ്പോഴും ഇതുപോലുള്ള കൊള്ളരുതായ്മകൾ, ഉടമ്പടി പ്രകാരമുള്ള കാര്യങ്ങൾ വരെ തെറ്റിക്കുമ്പോൾ ഇന്ത്യ എടുത്ത തീരുമാനം ഇത് തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തീരുമാനം ഏകപക്ഷീയമാണ്. അതായത് ഉടമ്പടി പ്രകാരം രണ്ട് രാജ്യങ്ങൾക്കും ഏകപക്ഷീയമല്ലാണ്ട് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അതായത് അവർക്ക് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയാൽ മാത്രമേ എന്തെങ്കിലും ഒരു കാര്യം അവിടെ നടക്കത്തുള്ളൂ. ഒരു രാജ്യത്തിനും അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല. അപ്പോൾ ഈ പ്രശ്നം നിയമപരമായിട്ട് എതിരാണെങ്കിലും നമ്മളുടെ രാജ്യസുരക്ഷയാണ് നമുക്ക് വരുന്നത്. നമുക്ക് പണി കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം. അതായത് നമ്മുടെ മുമ്പിൽ ആ രാജ്യം ഒന്നുമല്ല. ഞാൻ ഈ വീഡിയോ സംസാരിക്കുന്നത് കൃത്യമായിട്ടുള്ള രാജ്യസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അല്ലാതെ എനിക്കിത് നമസ്കാരം അങ്ങനെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പണിയണമെന്ന് വിചാരിച്ചാൽ നമുക്ക് പണിയത് തീർക്കാവുന്ന
ഒരു സംഭവമേ ഉള്ളൂ ഇതൊക്കെ. അത് തന്നെയാണ് ഇന്ത്യ ഇവിടെ കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെന്താണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്? നിങ്ങൾ സിന്ധു നദിയെ കൈവച്ചു കഴിഞ്ഞാൽ അത് ആക്ട് ഓഫ് വാർ ആണ്, അതായത് യുദ്ധപരമായിട്ടുള്ളൊരു നടപടിയാണെന്നുള്ളതാണ്. യുദ്ധമെങ്കിൽ യുദ്ധം, നമ്മുടെ രാജ്യം അതിനുവേണ്ടി തയ്യാറാണ്. ഇന്നലെ ഇന്ത്യൻ നേവിയൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പാകിസ്ഥാന്റെ തീരത്ത് ഇന്ത്യൻ നേവി എത്തിയിട്ടുണ്ട്, ഇന്ത്യൻ സൈന്യം തയ്യാറെടുത്തിട്ടുണ്ട്, ഇന്ത്യൻ എയർഫോഴ്സ് തയ്യാറെടുത്തിട്ടുണ്ട്. അപ്പോൾ യുദ്ധമെങ്കിൽ യുദ്ധം നമുക്ക് ചെയ്യാം. അതായത് പാകിസ്ഥാനല്ലേ എത്രയോ തവണ നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടുള്ള രാജ്യമാണ്. അത് നമ്മുടെ രാജ്യത്തിന് ഒരു പ്രശ്നമേ അല്ല. അവർ വെറും കീടം മാത്രമാണ് നമ്മളെ സംബന്ധിച്ച്. ഇത് പാകിസ്ഥാൻ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഒന്നാമത് പറഞ്ഞ പോലെ തന്നെ കൃഷിയാണ്. അതായത് 90% കൃഷിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ നദികളിൽ നിന്നുള്ള വെള്ളത്തെയാണ്. അതായത് വെള്ളം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൃഷി നിൽക്കും. അതായത് അവിടുത്തെ ജനങ്ങൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. അരി, ഗോതമ്പ് തുടങ്ങിയ സാധനങ്ങൾ വെച്ച് തന്നെയാണ് അവർ പ്രധാനമായിട്ടും ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. പച്ചക്കറികൾ തന്നെയാണ് അവരുടെ പ്രധാന ഭക്ഷണം എന്നൊക്കെ ഉള്ളത് അല്ലേ. ഇതെല്ലാം നിലയ്ക്കാൻ പോവുകയാണ്. ഇനി മറ്റ് മീറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുങ്ങൾക്കും കൊടുക്കാനായിട്ട് പുല്ലോ മറ്റ് കാര്യങ്ങളോ ഒക്കെ വേണ്ടേ. ഇതെല്ലാം നിന്ന് അവിടെ ആകെപ്പാടെ വലിയൊരു അരക്ഷിതാവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. നമുക്ക് എന്തില്ലെങ്കിലും ജീവിക്കാം. നമുക്ക് ഒരു ജോഡി വസ്ത്രമിട്ട് കുറച്ച് ദിവസങ്ങളോളം ജീവിക്കാം. പക്ഷേ ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അടുത്തത് വെള്ളമാണ്. അതായത് പാകിസ്ഥാനിലെ കറാച്ചി, ലാഹോർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കോടിക്കണക്കിന് ആൾക്കാരാണ് താമസിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വെള്ളം എത്താറുണ്ട്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ എത്തുന്നതെന്ന് നോക്കുവാണെങ്കിൽ ഈ നദികളിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ട് ശുദ്ധീകരിച്ചൊക്കെ തന്നെയാണ് നമുക്കും തരുന്നത്. അല്ലാതെ പുതിയതായിട്ട് വെള്ളം നിർമ്മിക്കാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും ഗവൺമെൻറ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ നദികളിൽ നിന്നുള്ള വെള്ളം എടുക്കും, അത് പമ്പ് ചെയ്ത് ടാങ്കിലേക്ക് എത്തിച്ച് ശുദ്ധീകരിച്ച ശേഷമാണ് പൈപ്പ് ലൈനുകളിലൂടെ അവിടുത്തെ ജനങ്ങളുടെ വീടുകളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കും ഒക്കെ സപ്ലൈ ചെയ്യുന്നത്. അതായത് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യമാണ്, ഒന്നാമത്തെ ആവശ്യമാണ് വെള്ളം. ഭക്ഷണമില്ലെങ്കിലും ചിലപ്പോൾ കുറച്ച് ദിവസം തള്ളിപ്പോകാൻ പറ്റും. പക്ഷേ വെള്ളമില്ലാതെ വലിയ ബുദ്ധിമുട്ടല്ലേ. കുടിവെള്ളമാണ് അവരുടെ ജീവനാണ് ഈ നദിയിൽ നിന്നുള്ള വെള്ളം എന്ന് പറയുന്നത്. അത് തടസ്സപ്പെടും. മൂന്നാമത്തെ കാര്യം അതാണ് ഇന്ത്യയുടെ കയ്യിലുള്ള വജ്രായുധം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇത് ഡാം കെട്ടി ഈ പുഴയിലുള്ള ഒഴുക്ക് അങ്ങോട്ടുള്ള പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിർത്തും. നമ്മൾ ഡാം ഉണ്ടാക്കിയിട്ട് ഈ വെള്ളം കെട്ടി നിർത്തുമല്ലേ. അങ്ങനെ കെട്ടി നിർത്തി ഒരു മഴക്കാലത്ത് നമ്മൾ ഈ ഡാം അങ്ങോട്ട് തുറന്നു വിടുകയാണ്. തുറന്നു വിട്ടാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയാവോ? അവിടെ വലിയ പ്രളയമായിരിക്കും ഉണ്ടാകുന്നത്. പാകിസ്ഥാനിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാകും ഒരു പ്രളയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അല്ലേ. അതിനേക്കാളൊക്കെ വലിയ 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 പ്രളയമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും വലിയ വജ്രായുധമാണ് ഇന്ത്യയുടെ കയ്യിൽ. പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഈ കാര്യത്തിലാണ്. പെട്ടെന്ന് ഡാം അങ്ങോട്ട് തുറന്നു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൂത്തെറിഞ്ഞു കൊണ്ടുപോകും ആ ഒരു പ്രദേശത്തെ അപ്പാടെ. അത് വലിയ വിഷയമാണ്. ഇനി വെള്ളം തടയുന്നത് വേനൽക്കാലത്താണെങ്കിലോ, അതായത് ആ ഒരു പ്രദേശം അപ്പാടെ വരണ്ടുണങ്ങും അല്ലേ. അവിടെ ജീവിക്കുന്ന ജീവികൾക്ക് വെള്ളം ഇല്ലാതാകും, കൃഷിയൊന്നും ഇല്ലാതാകും, മരങ്ങൾ മൊത്തം കരിഞ്ഞു പോകും. ഈ നദിയുടെ ചുറ്റുമുള്ള ചെടികൾക്കും മരങ്ങൾക്കൊക്കെ എങ്ങനെയാണ് വെള്ളം കിട്ടുന്നത്? നദിയിൽ നിന്നുള്ള ആ ഒരു മണ്ണ് നനഞ്ഞിട്ടാണല്ലേ. ഇതെല്ലാം നശിച്ച് പൂർണ്ണമായിട്ടും മരുഭൂമി പോലെ വരണ്ടുണങ്ങിയ ഒരു പ്രദേശമായിട്ട് ഇത് മാറും. മഴക്കാലത്ത് വൻപണിയാണ്, വേനൽക്കാലത്തും വൻപണിയാണ്. ഇതാണ് ഇന്ത്യയുടെ കയ്യിലുള്ള ഏറ്റവും വലിയ വജ്രായുധം. നാലാമത്തെ കാര്യം പറയുവാണെങ്കിൽ വൈദ്യുതിയാണ്. ഞാൻ പറഞ്ഞു പാകിസ്ഥാൻ്റെ 1/3 വൈദ്യുതി എന്ന് പറയുന്നത് ജലവൈദ്യുതിയാണ്. അതിലേറ്റവും പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റിസർവോയറുകൾ ഈ നദികളിലാണുള്ളത്. അതായത് ഇൻഡസിലും സിന്ധുവിലും ചെലവിലുമാണ് ആ ഡാമുകൾ റിസർവോയറുകളും ഉള്ളത്. അപ്പോൾ ഈ 4 വൻ പണികളാണ് പാകിസ്ഥാനെ കാത്തിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സിന്ധു നദീ വ്യൂഹം എന്നുള്ളത് പാകിസ്ഥാൻ്റെ ജീവശ്വാസമാണ്. അതില്ലാതായി കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അതിന് പകരം വയ്ക്കാനും അവരുടെ കയ്യിൽ മറ്റൊന്നുമില്ല. വേറൊരു നദി എവിടെയെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യവുമല്ലല്ലേ. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ക്രൈസിസിലേക്കായിരിക്കും നയിക്കുക. ആൾക്കാർ ഭക്ഷണമില്ലാതെ എന്തൊക്കെ ചെയ്തു കൂട്ടുമല്ല. ഭക്ഷണവും വെള്ളവും ഇല്ലെങ്കിൽ ആൾക്കാർ എന്താ ചെയ്യുക? മറ്റ് സ്ഥാപനങ്ങളൊക്കെ കൊള്ളയടിക്കും, മറ്റുള്ളവരെ ആക്രമിക്കും. അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളിലേക്കായിരിക്കും പോകുന്നത്. നമ്മൾ പല സിനിമകളും കണ്ടിട്ടില്ല, ഭക്ഷണമില്ലാതെ മറ്റ് മനുഷ്യനെ തന്നെ കൊന്നു തിന്നുന്നത്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. വെള്ളവുമില്ല, അതുപോലെ സാമ്പത്തികമായിട്ട് മൊത്തം തകരും. ഇപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നേ വരെ ഉള്ളതിൽ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയാണ് പാകിസ്ഥാനിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനേക്കാളും അവസ്ഥയിലേക്ക് തകരും. അവിടെ ഫുള്ള് അരക്ഷിതാവസ്ഥയാകും. ജനങ്ങൾ തെരുവിലിറങ്ങും. അവിടെ ലോ ആൻഡ് ഓർഡർ ഉണ്ടാകത്തില്ല. എല്ലാ കാര്യങ്ങളും ഒറ്റ സംഭവം കൊണ്ട് നമുക്ക് നടക്കും. അതാണ് ഈ വെള്ളമൊന്ന് തടഞ്ഞാൽ മതി. അതുകൊണ്ട് ഫുള്ള് നമുക്ക് ഭയങ്കര പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കാൻ പറ്റും, തകർത്തെറിയാൻ പറ്റും, തൂത്തെറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ നടപടിയെ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യയുടെ നിലപാടും അന്താരാഷ്ട്ര പ്രതികരണങ്ങളും നോക്കാം. ഇന്ത്യ പറയുന്നത് ഞങ്ങൾ ഭീകരവാദത്തിനെതിരായിട്ടുള്ളൊരു നടപടിയായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർ വർഷങ്ങളായിട്ട് ഉടമ്പടികളിൽ പല കാര്യങ്ങളും തെറ്റിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ പിന്മാറുന്നു എന്നൊരു വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ പിന്മാറാനുള്ളൊരു ഓപ്ഷൻ ഉടമ്പടി പ്രകാരമില്ല, അത് ലംഘിക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ലംഘിക്കണമെങ്കിൽ നമ്മൾ ലംഘിക്കുക തന്നെ ചെയ്യുമെന്നൊരു സ്റ്റാൻഡാണ് ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. മാത്രമല്ല ഗവൺമെൻറ് പറയുന്ന കാര്യം എന്തെന്നാൽ ഈ ഉടമ്പടിയൊക്കെ കാലഹരണപ്പെട്ടതാണ്, അവർ തന്നെ അത് വയലേറ്റ് ചെയ്ത് അത് മൊത്തം ഇല്ലായ്മ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം കൂടെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇനി അന്താരാഷ്ട്രപരമായിട്ടുള്ള ഒരു ചർച്ച നോക്കുകയാണെങ്കിൽ ഈ സംഭവം പുതിയതാണ്. അതായത് കാർഗിൽ യുദ്ധ സമയത്ത് പോലും ഇന്ത്യയെ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യ അന്ന് ചെയ്യുമായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും വലിയ മേൽക്കൈ സുഖമായിട്ട് നേടിയെടുക്കായിരുന്നു. പാകിസ്ഥാൻ മുട്ടയിഴഞ്ഞ് നമ്മുടെ മുമ്പിൽ നിന്ന് തന്നെ. പക്ഷെ അന്ന്
ഒന്നും ചെയ്യാതെ യുദ്ധത്തിൽ തന്നെ ചെയ്ത് നമ്മൾ തോൽപ്പിച്ചല്ലേ. അപ്പോൾ അന്ന് പോലും ചെയ്യാത്ത പുതിയൊരു കാര്യമായതുകൊണ്ട് അന്താരാഷ്ട്ര അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റി അധികം വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല വേൾഡ് ബാങ്ക് ഇടപെട്ടായിരുന്നു പണ്ട് മധ്യസ്ഥത വഹിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കണമെന്നുള്ളതാണ്. അതായത് രമ്യമായിട്ട് പരിഹരിക്കാൻ ഇന്ത്യ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യ ഇത് പെർമനൻ്റ് ആയിട്ട് ചെയ്യുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്, മറിച്ച് നിങ്ങൾ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത് ഔദ്യോഗികമായിട്ട് നിങ്ങൾ നിർത്തണം എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നിർത്താനുള്ള ഒരു പ്രഷർ ഈ പാകിസ്ഥാൻ്റെ മേൽ വരും. അതായത് വേൾഡ് ബാങ്ക് ഒക്കെ ഇടപെട്ട്, അതായത് ലോകരാജ്യങ്ങളുടെ ഒരു പ്രഷറാണ് ഇനി പാകിസ്ഥാൻ്റെ മേലേക്ക് വരാൻ പോകുന്നത്. ഇതിനെ പ്രഷർ ടാക്ടിക്സ് എന്നാണ് പറയുന്നത് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിൽ പറയുന്നത്. പാകിസ്ഥാൻ ഇന്ത്യ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിർബന്ധിതരാകും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു വെല്ലുവിളിയാകുന്നുണ്ട്. അതെവിടെയാണെന്നറിയാവോ? അതായത് ഇന്ത്യ എക്കാലത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം എന്തെന്നാൽ, ഉദാഹരണം പറയുവാണെങ്കിൽ ബ്രഹ്മപുത്ര നദി ഉണ്ടല്ലോ, അതൊഴുകി ഇന്ത്യയിലേക്ക് വരുന്ന എവിടെ നിന്നാണ്? ചൈനയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എപ്പോഴും മുമ്പോട്ട് വെച്ചിട്ടുള്ള വാദം എന്ന് പറഞ്ഞാൽ അപ്പർ സ്ട്രീമിലുള്ള, അതായത് മുകൾ ഭാഗത്തുള്ള രാജ്യങ്ങൾ ഒരിക്കലും മറ്റ് രാജ്യങ്ങളിലേക്ക് വരുന്ന നദികളെ, പുഴകളെ തടസ്സപ്പെടുത്തരുത് എന്നുള്ളതാണ്. ജലം ജീവനാണ് എന്നൊരു സ്റ്റാൻഡ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ബ്രഹ്മപുത്രയുടെ ഒക്കെ കാര്യം പറയുവാണെങ്കിൽ അല്ലേ. അപ്പോൾ അതേ നമ്മൾ തന്നെയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വാദങ്ങളെ അത് ദുർബലപ്പെടുത്തുമോ എന്നൊരു ആശങ്കയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉത്തരം ഇന്ത്യക്ക് കൃത്യമായിട്ട് വ്യക്തമാണ്. ഞങ്ങൾ കാർഗിൽ യുദ്ധ സമയത്ത് പോലും ഇത് ചെയ്തില്ല. 2016 ഞങ്ങൾ പറഞ്ഞാണ് ഭീകരവാദ പ്രവർത്തനത്തിന് നിങ്ങൾ പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ ചോരയും ജലവും ഞങ്ങൾ ഒരുമിച്ച് ഒഴുക്കില്ല എന്ന്. അതൊന്നും നിങ്ങൾ കേട്ടില്ല. ഞങ്ങളുടെ ആൾക്കാരെ രാജ്യത്ത് കയറി കൊന്നു, അവർക്ക് നിങ്ങൾ ഫണ്ട് കൊടുത്ത് പൈസ കൊടുത്ത് അവരെ നിങ്ങൾ ട്രെയിൻ ചെയ്യിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഒരു രാജ്യത്തിൻ്റെ പരമാധികാരമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് നമ്മളുടെ ഗവൺമെൻറ്റിനും നമ്മളുടെ ഭരണഘടനയ്ക്കും ഒക്കെ വലുത്. അതുകൊണ്ട് അവരത് ചെയ്തിരിക്കും. അതിൽ ആരെയും കുറ്റം പറയാനും സാധിക്കില്ല. ചുരുക്കത്തിൽ പാകിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനം നിർത്തുകയും ഉടമ്പടിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നുള്ളൊരു സ്റ്റാൻഡിലേക്ക് വരികയും ചെയ്യുവാണെങ്കിൽ ഈ നീക്കത്തിൽ നിന്ന് ഞങ്ങൾ പിൻവലിയാമെന്നൊരു സൂചന തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് അവർക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് വലിയൊരു രാഷ്ട്രീയ നീക്കമാണ്. ഇതിനൊരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ജലം ഒരു രാഷ്ട്രീയ വിഷയം തന്നെയാണെന്നുള്ളതാണ്. ഇത് കാണിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഈ വെള്ളത്തെ ചൊല്ലിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു രാജ്യത്തിൻ്റെ ഭാവി ഇരിക്കുന്നത്, ഒരു രാജ്യത്തിൻ്റെ ജീവശ്വാസം ഇരിക്കുന്നത് നമ്മുടെ കൈകളിലാണ്, നമ്മുടെ നദികളിലാണ് എന്നൊരു കാര്യമാണ് ഇത് വിളിച്ചോതുന്നത്. മാത്രമല്ല ഈ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഈ ഉടമ്പടി പ്രകാരം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, വെള്ളത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ ഒക്കെ തന്നെ ഇന്ത്യ പാകിസ്ഥാന് കൈമാറുകയായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതായത് പാകിസ്ഥാനിലൊരു പ്രളയം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇന്ത്യ അറിയിക്കില്ല, ആ ഒരു രാജ്യം വെള്ളത്തിൽ മുങ്ങും. ആ ഒരു പ്രദേശങ്ങൾ വരൾച്ച സംഭവിക്കാനുണ്ടെങ്കിലും ഇന്ത്യ ആ കാര്യം പറഞ്ഞു കൊടുക്കില്ല, അവിടെ വരണ്ടുണങ്ങും. അപ്പോൾ ഈ കാലാവസ്ഥാ പ്രവചനങ്ങളൊക്കെ നമ്മളാണ് കാര്യമായിട്ട് നടത്തുന്നത്, അവർക്ക് അതിനുള്ള സംഭവങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുമാണ് ഈ രാജ്യത്തെ കാത്തിരിക്കുന്നത്. ഒറ്റവാക്കിൽ പറയുവാണെങ്കിൽ നമ്മൾ മനുഷ്യത്വപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ വെള്ളം കൂടി മുട്ടിച്ച് അവിടുത്തെ ആളുകളെ കൊലയ്ക്ക് കൊടുക്കണോ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമല്ലേ. ഇത് ചില ഹ്യൂമൻ റൈറ്റ്സുകാരിടയ്ക്ക് വരാറില്ല. അതായത് ഒരു കൊച്ചു കുഞ്ഞിനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു കൊന്ന വ്യക്തിയായിരിക്കും, അവനെ നാട്ടുകാരോ അല്ലെങ്കിൽ പോലീസുകാരോ ഒക്കെ എടുത്തിട്ട് ഇടിച്ച് പരിമാക്കും. അപ്പോൾ ഉടനെ ഹ്യൂമൻ റൈറ്റ്സുകാർ വന്ന് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്? മറ്റേ ആക്ഷൻ ഹീറോ ബിജുവിലെ ഒരു സീനിലെ അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതായത് നമ്മൾ പറയുന്നില്ല പെർമനൻ്റ് ആയിട്ട് ഈ സാധനം നിർത്തുമെന്ന്, മറിച്ച് അവർ ചെയ്യുന്ന കാര്യം നിർത്താൻ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ ആൾക്കാരെ കൊല്ലാൻ ഫണ്ട് കൊടുത്താണ് അവരെ വിട്ടത് അല്ലേ, അത് നിർത്താൻ പണ്ടേ പറഞ്ഞതല്ലേ നിങ്ങളോട്, നിങ്ങൾ കേട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞങ്ങൾ ചെയ്തത്. നിങ്ങൾ ഇനിയും നിർത്ത്, നിങ്ങൾക്ക് ഇനി അവസരങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതായത് കണ്ണിന് കണ്ണ് എന്നൊരു സ്റ്റാൻഡ് ഇന്ത്യ എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, സ്റ്റിൽ ഓപ്ഷൻസ് ആർ ലെഫ്റ്റ്. അത് നിങ്ങൾ പാലിക്കുക, ഞങ്ങളും അതിൽ നിന്ന് പിൻവാങ്ങാം എന്നൊരു നടപടി തന്നെയാണ് ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ളത്. ഈ ടോപ്പിക്ക് മാറ്റിവെച്ച ശേഷം ഞാൻ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. അതായത് ജലത്തെ ആയുധമാക്കി ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആർക്കും ഗുണം ചെയ്യുന്ന ഒന്നല്ല. അത് സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ആത്യന്തികമായിട്ട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് തന്നെ നയിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇതിന് സമ്മതിച്ചേ മതിയാകത്തുള്ളൂ. ഇതിനെ സപ്പോർട്ട് നിർത്താൻ മാത്രമേ പറയുന്നുള്ളൂ, അല്ലാണ്ട് വേറൊന്നും ചെയ്യാനൊന്നും പറയുന്നൊന്നുമില്ലല്ലോ. ഇന്ത്യക്ക് കോടിക്കണക്കിന് രൂപ ഇങ്ങോട്ട് കെട്ടിവെക്കാനൊന്നും പറയുന്നില്ലല്ലോ, അവരുടെ അവതാരിയും നമുക്ക് വേണ്ട. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ ഭാവി നമുക്ക് കണ്ടറിയാം. ഈ 65 വർഷങ്ങളായിട്ട് ലംഘിക്കപ്പെടാത്ത ഉടമ്പടിയാണ് ഇന്ത്യ ശക്തമായിട്ട് തന്നെ അത് ലംഘിച്ചു. വേറൊരു കാര്യം കൂടി പറയട്ടെ, നിലവിൽ ഈ വെള്ളം പൂർണ്ണമായിട്ട് തടയാനുള്ള സാങ്കേതിക ടെക്നിക്കൽ ഫെസിലിറ്റീസ് ഒന്നും ഇന്ത്യയുടെ കയ്യിലില്ല. അതായത് ഷട്ടറുകൾ ക്ലോസ് ചെയ്ത് പൂർണ്ണമായിട്ട് വെള്ളം സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതിനൊരു ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് നാളുകൾ എടുക്കുമെന്നുള്ള ഒരു ഫാക്റ്റ് കൂടെ അവസാനമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവസാനത്തേക്ക് വെച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കളയേണ്ടെന്ന് ഓർത്തിട്ട് എന്തിനാ. അപ്പോൾ എന്തായാലും കണ്ടറിയാം അപ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന്. എന്നാലും നമുക്കിപ്പോഴും നല്ല രീതിയിൽ വെള്ളം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞ പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ഇന്ത്യക്ക് ബിൽഡ് ചെയ്തെടുക്കാന്നേ ഉള്ളൂ. അത്രത്തോളം എഞ്ചിനീയറിംഗ് ടെക്നോളജീസ് ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ എന്തായിരിക്കും പാകിസ്ഥാൻ്റെ ഭാവി എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. നമ്മുടെ ഭാവി നമ്മുടെ കയ്യിൽ തന്നെ സുരക്ഷിതമാണ്. ഇന്ത്യ രാജ്യത്തെ തൊടാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പൊടി പോലും ഉണ്ടാകത്തില്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. അവരുടെ അനുഭവങ്ങൾ അതാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമുണ്ട്, നമ്മളാരെയും അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല.
നമ്മളാരെയും ചൊറിയാൻ പോകുന്നില്ല, പക്ഷേ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞാൽ നമ്മൾ മാന്തും, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട, നമ്മുടെ AI ക്രാഷ് കോഴ്സ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ച ലിങ്കിലൂടെ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 1000 പേർക്ക് മാത്രമേ സൗജന്യമായിട്ടുള്ളൂ. AI അല്ല നമ്മുടെ ജോലി കളയാൻ പോകുന്നത്, മറിച്ച് AI അറിയാവുന്ന, ഉപയോഗിക്കാൻ അറിയാവുന്ന മനുഷ്യരാണ് ജോലി കളയാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് സംഭവിക്കരുത്. എന്തായാലും പെട്ടെന്ന് തന്നെ ജോയിൻ ആയിക്കോ. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മേഷ് മടപ്പള്ളി സൈനിങ് ഔട്ട്.